എല്ലാരും കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ എങ്ങനെയാണ്, ഏത് കാറ്റഗറി ഓഫ് സോങ്ങിലാണ് നിങ്ങൾ പെർഫോം ചെയ്യുന്നത്? ഒപ്പന റൗണ്ടാണ്. അപ്പൊ അതിൽ ഞങ്ങളുടെ എന്റെ പൊന്നാര പെങ്ങളുടെ കല്യാണമാണ്. അപ്പൊ നമ്മളും ആങ്ങളെയാണ്. ഞങ്ങളുടെ ടീമിലാണ് നിഷാദ്, അതേപോലെ നമ്മുടെ താജുക്ക, അതേപോലെ ആൻഡ്രിയ. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു തീം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഒരു കല്യാണത്തിന് എങ്ങനെയാണോ അതിഥികൾ വരിക, രണ്ട് അതിഥികൾ വരുന്നുണ്ട്. ഒന്ന് പുതിയ പുതുമാരന്റെ ബോസാണ്, ദുബായിലാണ് വരുന്നത്. പിന്നീട് നല്ലൊരു സിംഗർ, ഞങ്ങളുടെ പ്രിയ സുഹൃത്തായ ഒരു സിംഗറും ഇതില് കല്യാണത്തിൽ പങ്കെടുക്കാൻ. കൂടാതെ ലക്ഷ്മി ഞങ്ങൾ ക്ഷണിക്കുന്നു കല്യാണത്തിന് എന്തായാലും ഉണ്ടാവും. ഒരു ഭക്ഷണത്തിന്റെ പുറമെ എന്തായാലും ഒരു സംഗീത നിശ്ചയം ഉണ്ടാവും. കാരണം അത് ഞങ്ങൾ കമറുദ്ദീൻ കീച്ചേരി എന്ന ഓർക്കസ്ട്രേഷനാണ് ഞങ്ങൾ ഇവിടെ ഉള്ളത്. ഞങ്ങൾ ഈ പട്രുമാൽ ഹൗസിലാണ് കല്യാണം. പട്രുമാൽ ഹൗസ് ആണ് ഞങ്ങളുടെ. അപ്പൊ നമ്മുടെ ഷോ ആക്കി മാറ്റാം അല്ലേ? ഞങ്ങളുടെ ഷോ ആക്കി മാറ്റാം. അല്ല പോവല്ലേ. അതുകൂടാതെ ഞങ്ങള് പിറകിലുള്ള നമ്മുടെ കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞില്ലെങ്കിൽ പറയേണ്ടി വരും. കാരണം തന്നെ അത്രയ്ക്ക് നല്ലൊരു പെർഫോം അവർ ചെയ്യുന്നത്. കാരണം സാദിസാക്കിയും ഹർഷയും അവരുടെ ടീമും. ഓക്കെ, അപ്പൊ എന്തായാലും ഞാൻ അവിടെ നിന്ന് എന്തായാലും എൻജോയ് ചെയ്യാം. ആർട്ട് വർക്ക് ചെയ്ത നമ്മുടെ ഷ്യാമും എല്ലാം നിങ്ങൾ കണ്ട് നേരിട്ട് കാണാം. ഓക്കെ. പട്ടുരുമാലരയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ നുള്ളി പൂമുഖം പെണ്ണിൻ നാണത്താൽ കുളിരായി നെഞ്ചകം. പട്ടുരുമാലരയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ നുള്ളി പൂമുഖം പെണ്ണിൻ നാണത്താൽ കുളിരായി നെഞ്ചകം. അനുരാഗ കണ്ണിൻ കനവിൽ അലമാലകൾ കാണാം കവിളിൽ. അനുരാഗ കണ്ണിൻ കനവിൽ അലമാലകൾ കാണാം കവിളിൽ. മഞ്ചാടിച്ചോ പിന്നിടം ഇന്ന് മൈലാഞ്ചി കല്യാണമല്ലേ എന്നെ മൈലാഞ്ചി കല്യാണമല്ലേ. പട്ടുറുമാലരയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ നുള്ളി പൂമുഖം പെണ്ണിൻ നാണത്താൽ കുളിരായി നെഞ്ചകം. ഈരാവിലെ സുൽത്താനായി മാറൻ വരുമെന്ന് കരകാണ പകരോണം പുതുസ്നേഹം തരുമെന്ന് ചെല്ലക്കിളികൾ പാടുന്ന പുതുരാഗം മുല്ല മലർ വിരിയുന്ന പുതുവർണ്ണം ചെല്ലക്കിളികൾ പാടുന്ന പുതുരാഗം മുല്ല മലർ വിരിയുന്ന പുതുവർണ്ണം മുത്തു പവിഴ കൊഴിയും നിന്റെ
ചിരിയിൽ മയങ്ങുമാരൻ മൈലാഞ്ചി കല്യാണമല്ലേ മധുവൂറും മംഗല്യമല്ലേ പട്ടുറുമാലയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ നുള്ളി പൂമുഖം പെണ്ണിൻ നാളത്താൽ കുളിരായി നെഞ്ചകം അരിമുല്ലപ്പൂവാൽ മണിയറമെത്തയൊരുക്കിയിലേ അരികത്തൊന്നെത്താനായി കൽവ് കൊതിച്ചില്ലേ അരിമുല്ലപ്പൂവായി മണിയറമെത്തയൊരുക്കിയിലേ അരികത്തൊന്നെത്താനായി കൽവ് തുടിച്ചില്ലേ ഗസൽ മൂളി പാടുന്നൊരാ കിളികൾ ഇണയായി ചേരുന്നു ഇരുകിളികൾ ഗസൽ മൂളി പാടുന്നൊരാ കിളികൾ ഇണയായി ചേരുന്നു ഇരുകിളികൾ ഉള്ള മലര് മണപ്പരത്തും മുടിയിൽ മയങ്ങുമാരൻ മൈലാഞ്ചി കല്യാണമല്ലേ ഇന്ന് മധുപൂർവം മംഗല്യമല്ലേ പട്ടുറുമാലയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ നുള്ളി പൂമുഖം പെണ്ണിൻ നാളത്താൽ കുളിരായി നെഞ്ചകം പട്ടുറുമാലയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ നുള്ളി പൂമുഖം പെണ്ണിൻ നാളത്താൽ കുളിരായി നെഞ്ചകം അനുരാഗ കണ്ണിൽ കനവിൽ അലമാലകൾ കാണാം കവിളിൽ അനുരാഗ കണ്ണിൽ കനവിൽ അലമാലകൾ കാണാം കവിളിൽ മൈലാഞ്ചി ചോപ്പിന്നിറം മൈലാഞ്ചി കല്യാണമല്ലേ എന്റെ മൈലാഞ്ചി കല്യാണമല്ലേ പട്ടുറുമാലയിലൊതുക്കി ഒപ്പനയാടും മിടുക്കി തരുണികൾ തുള്ളി പൂമുഖം പെണ്ണിൻ നാളത്താൽ കുളിരായി നെഞ്ചകം തന്താനം പാടുമേ തന്താനം പാടുമേ താളത്തിൽ മേളത്തിലൊപ്പന 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 പാടുമേ തന്താനം പാടുമേ തന്താനം പാടുമേ തന്താനം പാടുമേ ലുലു സാരീസ് ആൻഡ് ലുലു ഗോൾഡ് പട്ടുറുമാൽ മ്യൂസിക് ഡാൻസ് ഫ്യൂഷനിൽ ഇപ്പൊ തന്നെ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ഒപ്പനയാണ് നമ്മൾ കണ്ടത് ആൻഡ് ഇറ്റ് വാസ് പ്രസന്റഡ് ബൈ അപ്പോളോ ഗോൾഡ് ടീം പ്രേം. എന്തായിരുന്നു അത്തക്ക താജിക്ക ആൻഡ് നിഷാദ് സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. ഇനി എനിക്കൊരു ഡൗട്ട് കൂടെ ഉണ്ട്, നമ്മുടെ അറബിയാണ് ഇത് ഒറിജിനൽ ആണോ? സത്യത്തിൽ ഒറിജിനൽ ആയിട്ടേ പറയൂ. പേരെന്താ? അസ്സലാമു അലൈക്കും. എനിക്ക് അത് മാത്രമേ അറിയുള്ളൂ. എനിക്ക് ആദ്യം കൂടെ കൈപ്പാലൊക്കെ സീനും മാത്രമേ അറിയുള്ളൂ. ഞാൻ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കാതെ. അതെല്ലേ, വളരെ നന്നായിരുന്നു. ആൻഡ് എൻജോയ് ഡാൻസേഴ്സ് ആൻഡ് ബെസ്റ്റ് കപ്പിൾ കേട്ടോ. സൂപ്പർ ഗുഡ് ലുക്കിംഗ്. ഏതായാലും
വളരെ നന്നായിരുന്നു. പ്ലീസ് ഇവർക്കായി ഒരു വലിയ കൈ കൊടുക്കും. പിന്നെ ഇതിന്റെ രചന നമ്മുടെ പത്രമാരിലെ തന്നെ നമ്മൾ പാടുന്ന മുഹമ്മദ് അലി കണ്ണൂർ രചിച്ച രചനയായിരുന്നു. ആര്യതാണ് ഇതിന്റെ സംഗീതം ചെയ്തിട്ടുള്ളത്. അവർക്കും നമ്മൾ അവരെയൊക്കെ ഓർത്താണ്. അവർക്കുള്ള സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. മണവാട്ടി എന്ന് പറയുന്നത് സാദിസാക്കിയുടെ മരുമകൾ കൂടിയാണ്. അങ്ങനെയുണ്ടല്ലേ? ഓക്കെ, ദൈവമേ. ഓക്കെ, എനിവേ ഡൺ എ ഗുഡ് ജോബ്. ബട്ട് അസലായിരുന്നു. അപ്പൊ നമുക്ക് ഇനി ഏതായാലും നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന്റെ അടുത്ത് ചോദിക്കാൻ എങ്ങനെ ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ് എന്നുള്ളത്. ഓക്കെ, നമുക്ക് താര മാമിന്റെ അടുത്ത് തുടങ്ങാം. മാം എങ്ങനെ ഉണ്ടായിരുന്നു? Ashur, thank you Lakshmi for asking me. I was just ഇങ്ങനെ കാത്തിരിക്കുന്നത് എന്നോടൊന്ന് ചോദിക്കുമോ എന്ന് പറഞ്ഞിട്ട്. ഇതിനെ ഒരു അഭിപ്രായം പറയാൻ ഒരു ചെറിയ മുഖവര പറയാനുണ്ട്. അതായത് നമ്മളൊരു സിനിമയിൽ ഒരു സോങ് സീക്വൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരുപാട് പേര് അതിന്റെ പുറകെ വർക്ക് ചെയ്യും അല്ലേ രഞ്ജനി? ഒരുപാട് അതിന് വളരെ കഷ്ടപ്പെട്ട് ഓരോ സീക്വൻസും കട്ട് ചെയ്ത് റീടേക്ക് എടുത്ത് കഷ്ടപ്പെട്ട് ഒരു 3-4 ദിവസം കൊണ്ട് ഒരു സോങ് കാണിച്ചാണ് അത് ചിലപ്പോൾ ഹിറ്റാകുമ്പോൾ ഒരു സിനിമ തന്നെ ചിലപ്പോൾ ഹിറ്റായി വരും. പക്ഷെ അതിനേക്കാളും മനോഹരമായിട്ട് വണ്ടർഫുൾ ആയിട്ട് സ്റ്റേജിൽ അവതരിപ്പിച്ചു. എക്സ്ട്രോർഡിനറി വലിയ കോറിയോഗ്രാഫി. എനിക്ക് എവിടെ നോക്കണം അറിയാം. പക്ഷെ ഐ ഷുഡ് കൺഫെസ്, സിംഗേഴ്സിനെ ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റിയില്ല. അതിസുന്ദരന്മായ 3 പേര്. സാധാരണ നമ്മൾ സുന്ദരികളെന്നേ പറയാം. സുന്ദരന്മാരായ 3 പേര് നമ്മളെ ശ്രദ്ധ ഇങ്ങനെ മനഃപൂർവ്വം പിടിച്ചു വാങ്ങിച്ചു. പിന്നെ എല്ലാ പെൺകുട്ടികളുടെയും ഏറ്റവും വലിയ സന്തോഷം സൗഭാഗ്യമായിരിക്കും ഇതുപോലൊരു ആങ്ങള. അടിച്ചു പൊടിച്ചൊരു കല്യാണം ഇങ്ങനെ നടത്താനൊരു ആങ്ങളൊക്കെ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതിനകത്ത് വേറെ പ്ലസ് പോയിന്റ്, എല്ലാവരും ഭയങ്കര ഗോർജിയസ് ലുക്കിംഗ്, ബ്യൂട്ടിഫുൾ. എല്ലാവരും ഭയങ്കര സുന്ദരികളും സുന്ദരന്മാരും. ആൻഡ് ഇറ്റ് വാസ് റിയലി 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 എ ട്രീറ്റ് ടു വാച്ച്. ബ്രില്യന്റ് പെർഫോമൻസ്. താങ്ക് യു സോ മച്ച്. ഗസ്റ്റ് അപ്പിയറൻസ് ആയിരുന്നു അല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് മാമിന്റെ വളരെ നല്ല കമന്റ്സ് ആണ് കേട്ടത്. നമുക്ക് ഏതായാലും റംല മാമിന്റെ അടുത്ത് ചോദിക്കാം. മിത്ത എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പറായിരുന്നു, വളരെ നന്നായിരുന്നു. എനിക്ക് തോന്നിയത് ഞാൻ കാസർഗോഡ് ഒരു കല്യാണത്തിന് പോയതുപോലെ തോന്നി. കാസർഗോഡ് ഭാഗങ്ങളിൽ ഇങ്ങനെയാണ്. ഞാൻ കാസർഗോഡ് ജില്ലക്കാരാണ്. ആണ്, അത് തന്നെയാണ് കാരണം ഒരു പെങ്ങളുടെ കല്യാണത്തിന് കാസർഗോഡ് നിങ്ങൾ പ്രോഗ്രാമിന് പോയാലും ആങ്ങളമാരൊക്കെ വരാറുണ്ട് പാടാൻ. ചിലപ്പോ മണവാളൻ തന്നെ ഒരു പാടാൻ. പാട്ട് അറിയാവുന്ന മണവാളനാണെങ്കിൽ പാടുമെങ്കിൽ തീർച്ചയായും ഒന്നും നോക്കൂല, കൂടെ നമ്മുടെ കൂടെ ഇന്ന് പാടുകയും ചെയ്യും. അപ്പൊ ആ ഒരു പ്രതീതിയാണ് എനിക്ക് തോന്നിയത്. എല്ലാവരും വളരെ ഭംഗിയായിരുന്നു. അവരുടെ കോസ്റ്റ്യൂംസ് എല്ലാം. പാട്ട് പിന്നെ പറയേണ്ട കാര്യമില്ല. അബ്ദു, പിന്നെ നിഷാദ്, പിന്നെ താജുദ്ദീൻ, പിന്നെ പറയേണ്ട കാര്യമെല്ലാം ഉണ്ടോ? ഇനിയിപ്പോ അതിലപ്പുറം ഒന്നും പറയാനില്ല. വളരെ വെരി ഗുഡ്, നന്നായി. അപ്പൊ ഏതായാലും നമുക്ക് ഇനി മാർക്സ് നമുക്ക് പോവാൻ പറ്റില്ല, അതുകൊണ്ടാണ്. ഏതായാലും ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് നമുക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്. ഒരു വെരി ഗുഡ് അറ്റംപ്റ്റ് ആയിരുന്നു നിങ്ങൾ ചെയ്തത്. ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് പെർഫോമൻസ് ഞങ്ങൾ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രതീക്ഷിക്കാമല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ ഏതായാലും രണ്ട് ടീമും വളരെ നന്നായിരുന്നു. ഞാൻ ആദ്യം റെഡ് ടീമിലോട്ട് പോവാം. റെഡ് ടീമിന്റെ നല്ല കളർഫുൾ ആയിരുന്നു. ആ കൊറിയോഗ്രാഫി എടുത്ത് പറയേണ്ടത് തന്നെയാണ്. അതിന്റെ കൊറിയോഗ്രാഫി ചെയ്തത് നല്ല എനർജി ആയിരുന്നു. അതിലെല്ലാവരും നന്നായിട്ട് തന്നെ. ഇപ്പൊ നേരത്തെ അതിനെ കുറിച്ച് ഒരുപാട് തന്നെ പറയുന്നത് ഒരു വിഷ്വല് നല്ലൊരു ട്രീറ്റ് തന്നെ തന്നു. കാരണം അത് എനിക്ക് തോന്നുന്നു ആ ഒരു കൊറിയോഗ്രാഫർക്ക് കിട്ടിയ ഒരു വലിയൊരു പ്ലസ് ആണത്. കാരണം ഫിലിം വെച്ചിട്ടാണ് മാം അത് സംസാരിക്കുക അല്ലെ? അത്രയും അത് എപ്പോഴും അത് സാധിക്കുന്ന പോലുള്ളവര് വളർന്നു വരികയാണല്ലോ, അവർക്കത് എപ്പോഴും അത് സൂക്ഷിക്കാം. ഇങ്ങനെ സോങ്ങിൽ വന്ന ഒരു നിഷാദ് ചെറിയൊരു പിച്ചിന്റെ പ്രോബ്ലം, അതിന് ശ്രദ്ധിച്ചാൽ മതി. എന്നാലും അത്തുവിന്റെ പെങ്ങള് നല്ല സുന്ദരിയാട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ള മോള. എൻഡിലൊക്കെ ആ ഒരു വിട്ടുപോകുമ്പോ ശരിക്കും ഞാൻ കല്യാണം നമുക്കത് ഫീൽ ചെയ്യും. നമ്മളെ കല്യാണമൊക്കെ നമുക്ക് ഓർമ്മ വരുമല്ലോ. എൻഡിൽ അങ്ങനെ ചെക്കൻ്റെ വീട്ടിലോട്ട് പോകുന്ന അല്ലേ ഒരു സങ്കടവും പിന്നെ അവര് മണവളം കൂട്ടിയിട്ട് പോകുന്നൊക്കെ നല്ലൊരു കൊറിയോഗ്രാഫിയാണ് ചെയ്തത്. പിന്നെ സോങ്ങും ഇത് മുഹമ്മദ് അലി, നമ്മളെ യെല്ലോ ടീമിലെ അല്ലെ? എന്തായാലും നന്നായിരുന്നു. ഇനി റോസ് ടീം നല്ല സോങ് ആണ്, എനിക്കറിയാം. ഇത് മിൻമിനി ചേച്ചി പാടിയ പാട്ടാണ്. രണ്ടുപേരും അതെ. ആ മുത്തോടെ ഹൈ ഒക്കെ നന്നായിട്ട് ബുദ്ധിമുട്ടിയോ ഒത്തിരി ഹൈ പോയപ്പോ? സ്പീഡ് അതന്നെ എനിക്കത് തുടക്കം മുതലേ തോന്നി. പിന്നെ ഞാൻ എന്താ വെച്ചാൽ ഒപ്പനയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ സ്പീഡ് കൂട്ടിയതാണോ എന്ന് എനിക്ക് തോന്നി. കാരണം അവര് ആ ടെമ്പോ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ചില സോങ്ങിന് നമ്മൾ സ്പീഡ് കൂട്ടുമല്ലോ. പക്ഷെ എന്നാലും വലിയ ആവിരുത്തൊക്കെ എനിക്ക് പിച്ച് മാത്രം ഒരു സ്ഥലത്തില്ല. എന്നാലും മുത്തോട് അസാധ്യമായിട്ട് പാടി. പിന്നെ അതേപോലെ തന്നെ ശ്രീകുട്ടി. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നേ.
എനിക്ക് തോന്നുന്നു അതൊരു നിങ്ങളൊരു അണ്ടർസ്റ്റാൻഡിങ് അല്ലായിരുന്നു അല്ലേ അല്ലേ? എനിക്കങ്ങനെ തോന്നി. ആ ഒരു അങ്ങനെ ഒരു നമ്മളൊരു അങ്ങനെ പാടില്ല അല്ലേ? നിർത്തി കൊളാക്കണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ശ്രീകുട്ടി കട്ട് ചെയ്തില്ല, അതങ്ങ് പാടിപ്പോയി. വലിയൊരു മറ്റേതൊരു വേരിയേഷൻ വരും പിച്ചിന്റെ ഒക്കെ, 2 ട്യൂൺ വരുന്നതല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കുക. എന്നാലും നന്നായിട്ട് പാടി, 2 ടീമും നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഗുഡ് ലക്ക്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും 2 ടീംസിനും നല്ല കമന്റ് ആണ് നമ്മുടെ റഹ്നത്തെ പറഞ്ഞത്. അപ്പൊ ഏതായാലും നമുക്കിനി രജനി മാമിന്റെ അടുത്ത് ചോദിക്കാം. ആദ്യം റെഡ് ടീമിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെ ഒരു ഗ്രാൻഡ് ഓപ്പണിംഗ് ആയിരുന്നു, എസ്പെഷ്യലി ആ സ്നോ എഫക്റ്റ് ഉള്ളതും. സോ ഐ തിങ്ക് ഈ ഒരു ടീം മാത്രം ഇപ്പോ ഈ ഭംഗിയുള്ള ഒരു സ്റ്റേജ് ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പിന്നെ നിങ്ങളുടെ കോസ്റ്റ്യൂം കോമ്പിനേഷൻ, പിന്നെ ആ വെഡിങ്ങിന്റെ തീം എല്ലാം നന്നായി ചെയ്തിരുന്നു. പിന്നെ നന്നായിട്ടും പാടി. പിന്നെ അവിടെ ലീഡ് ഡാൻസസ് 2 പേരുണ്ട്. அதுக்கு பக்கத்துல ஒரு லெஃப்ட் சைட்ல ஒரு 2 കപ്പിൾസ് ആടി. അവരും നന്നായിട്ട് ചെയ്തിരുന്നു. നല്ല ഉഗ്രൻ പെർഫോമൻസ് ആയിരുന്നു. പിന്നെ നിഷാദിക്ക് നല്ല വോയിസ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നിങ്ങൾ തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നന്നായിട്ട്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സോങ്. എനിക്ക് it was beautiful. Like താര പറഞ്ഞ പോലെ it's very difficult. നമ്മൾ സിനിമയിലെ ഇത് കട്ട് ചെയ്താനേ എടുക്കുന്നേ, ഒറ്റ ടേക്കിൽ എടുക്കുന്നില്ല. സോ ഇതില് ഡാൻസും പിന്നെ നിങ്ങളുടെ സിംഗിങ്, പിന്നെ എനിക്ക് ലാസ്റ്റ് വന്ന സ്റ്റൈൽ എറബി ഉണ്ടല്ലോ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യു. നന്നായിരുന്നു.